ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പതി പത്നി ഓർ വോ ദോ എന്ന് പറയുന്ന ഹിന്ദി മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലമാണ്. നായകനായ പ്രജാപതിയാകട്ടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്നു. പ്രജ എന്നാണ് അയാളെ എല്ലാവരും വിളിക്കുന്നത്. അയാളുടെ ഉറ്റ സുഹൃത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറുമായിരുന്നു നിലോഫർ എന്ന ഈ പെൺകുട്ടി. പ്രജയുടെ വൈഫാണ് അപർണ എന്ന ഈ ജേർണലിസ്റ്റ്. അപർണയുടെയും പ്രജയുടെയും കോമൺ ഫ്രണ്ട് കൂടിയായിരുന്നു നിലോഫർ. നാട്ടിലിറങ്ങിയ ഒരു പുലിയെ പ്രജയും കൂട്ടരും കൈയോടെ പിടിക്കുന്നു. പ്രജ തന്റെ വൈഫ് അപർണയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അപർണയുടെ ഏറ്റവും വലിയ സ്വപ്നം അവൾക്ക് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങണമെന്നാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രജയുടെ കൂടെ കോളേജിൽ പഠിച്ച ചഞ്ചൽ എന്ന് പറഞ്ഞ പെൺകുട്ടി അവനെ കാണാൻ ഓഫീസിലേക്ക് വരുന്നു. ബനാറസിലായിരുന്നു ചഞ്ചലിന്റെ വീട്. ആ നാട്ടിലെ മിനിസ്റ്ററായ തിവാരിയുടെ മകൻ സണ്ണിയും ചഞ്ചലും പ്രണയത്തിലാണ്. തിവാരിക്ക് സ്വന്തം ജാതിയും മതവും എല്ലാം വലുതായിരുന്നു. അന്യജാതിയിൽപ്പെട്ട ആരെയും തന്നെ തന്റെ മകൻ വിവാഹം കഴിക്കുന്നത് അയാൾക്ക് സമ്മതമല്ലായിരുന്നു. തിവാരി തങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കാൻ ചാൻസ് കുറവായതുകൊണ്ട് സണ്ണിയും ചഞ്ചലും കാനഡയ്ക്ക് ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സണ്ണി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തിവാരിയുടെ പൊളിറ്റിക്കൽ കരിയറിലേക്ക് അവനെ ഇറക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. തിവാരിയുടെ ആൾക്കാർ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ പർദ്ദയിട്ടുകൊണ്ടായിരുന്നു ചഞ്ചല് പലപ്പോഴും സണ്ണിയെ കാണാൻ പോകുന്നത്. എന്നാൽ അതിനിടയ്ക്ക് ഒരു ദിവസം ആരോ ഇവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഫോട്ടോ ലീക്കാക്കി. പർദ്ദയ്ക്കുള്ളിലുള്ള സണ്ണിയുടെ കൂടെയുള്ള പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കി നടക്കുകയാണ് തിവാരി. എല്ലായിടത്തും ആളെ ഇറക്കിയിട്ടുണ്ട്. ചഞ്ചൽ ഉൾപ്പെടെ 3 പെൺകുട്ടികളെയാണ് തിവാരിയുടെ ആൾക്കാർക്ക് സംശയം. അതുകൊണ്ട് ചഞ്ചലിനെ ഫുൾ ടൈം നിരീക്ഷിക്കാൻ തിവാരിയുടെ ആൾക്കാർ അവളുടെ പിറകെയുണ്ട്. അവരുടെ കണ്ണുവെട്ടിച്ച് സണ്ണിയെ കാണാനും സംസാരിക്കാനും ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് അവൾ പ്രജയോട് പറയുന്നു. ഇവർ രണ്ടുപേരും ഒരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ അവിടുത്തെ വെയിറ്റർ തെറ്റിദ്ധരിക്കുന്നത് ഇവർ രണ്ടുപേരും മാരീഡ് ആണെന്നാണ്. അത് കണ്ടപ്പോൾ പ്രജയ്ക്കൊരു ഐഡിയ തോന്നി. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് തിവാരിയുടെ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ നടക്കണം. കുറച്ചുനാൾ അത് കണ്ടു കഴിയുമ്പോഴേക്കും സണ്ണി സ്നേഹിക്കുന്ന പെൺകുട്ടി നീയല്ലാന്ന് അവർ ഉറപ്പാക്കുകയും അവർ നിന്റെ പിന്നാലെയുള്ള നടത്തം അവസാനിപ്പിക്കുകയും ചെയ്യും. ഇത് നിന്റെ വൈഫ് സമ്മതിക്കുന്നു ചോദിക്കുമ്പോൾ തന്റെ വൈഫിനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും അവൾ നല്ല ഫ്രണ്ട്ലി ആണെന്നാണ് പ്രജ പറയുന്നത്. അതിനിടയ്ക്ക് സ്റ്റേഷനിലെ മറ്റൊരാളാകട്ടെ നിലോഫറിനോട് പറയുന്നുണ്ട് പ്രജയെ കാണാൻ ഒരു പെൺകുട്ടി വന്നുവെന്നും രണ്ടുപേരും പുറത്തേക്ക് പോയെന്നും. ചഞ്ചലിന്റെയും സണ്ണിയുടെയും കാര്യം അപർണയോട് പറയാൻ വേണ്ടി പ്രജ വീട്ടിലേക്ക് എത്തുമ്പോൾ അപർണ അവനോട് പറയുന്നുണ്ട് മിനിസ്റ്റർ തിവാരിയുടെ മകൻ സണ്ണിക്ക് ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ട്. ആ ഫോട്ടോസ് എടുത്ത് ലീക്കാക്കിയത് ഞാനാണെന്നും ആ ഫോട്ടോയിലുള്ള പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ തിവാരി സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാൻ തന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞു എന്ന് അപർണ പറയുന്നു. അതോടെ പ്രജ ശരിക്കും പെട്ടു. ഇനിയിപ്പോൾ ചഞ്ചലിന്റെയും സണ്ണിയുടെയും കാര്യം ഇവളോട് തുറന്നു പറയാൻ പറ്റില്ല എന്ന് പ്രജയ്ക്ക് മനസ്സിലായി. സ്വന്തം സ്വപ്നങ്ങൾക്ക് പിറകെ പോകാനായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. ചഞ്ചലിനെ ഹെൽപ്പ് ചെയ്യാൻ അവൾ തീരുമാനിക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവൻ അവളോട് ഒന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷെ പിറ്റേന്ന് ഓഫീസിലെത്തി കഴിയുമ്പോൾ നിലോഫർ ആകട്ടെ അവനോട് തലേന്ന് വന്ന പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുന്നു. അത് തന്റെ ഒരു ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രജ ഒഴിവായി. എന്നാൽ നിലോ അവനോട് പറയുന്നുണ്ട് നീ അപർണയെ ചതിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ നീ എന്റെ ഫ്രണ്ടാണെന്ന് ഞാൻ നോക്കില്ല. അപർണ എന്റെ ഫ്രണ്ടാണ്, അവളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. പ്രജയാകട്ടെ പിറ്റേന്ന് ചഞ്ചലിനെ കണ്ടിട്ട് പറയുന്നുണ്ട് നിന്റെ സണ്ണിയുടെ ഫോട്ടോ എടുത്ത് ലീക്കാക്കിയത് എന്റെ വൈഫ് തന്നെയാണെന്ന്. ഇനി എന്തായാലും അവളുടെ ഹെൽപ്പ് ചോദിക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ മാരേജിന് എന്റെ ബോയ് ഫ്രണ്ടിനെയും കൊണ്ട് വരുമെന്ന് എല്ലാവരോടും പറഞ്ഞുവെന്നും തിവാരിയുടെ ആൾക്കാർ എന്തായാലും അവിടെ ഉണ്ടാകും. എന്റെ കൂടെ എന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടില്ലെങ്കിൽ അവർക്ക് എന്റെ മേലുള്ള ഡൗട്ട് കൂടുമെന്ന് ഇവള് പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ പ്രജയാകട്ടെ അവളോട് ഓക്കെ പറയുന്നു. അന്ന് രാത്രി ജോലിയുടെ ആവശ്യവുമായിട്ട് കാൺപൂരിലേക്ക് താൻ പോവുകയാണെന്ന് അപർണയോട് കള്ളം പറയുന്നു. അങ്ങനെ പിറ്റേന്നവൻ ചഞ്ചല് പറഞ്ഞ വിവാഹത്തിലേക്ക് എത്തി. ചഞ്ചലിനെ ഫോളോ ചെയ്ത് തിവാരിയുടെ 2 ആൾക്കാരുണ്ടായിരുന്നു. അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചഞ്ചൽ പ്രജ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അവനോട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ മടിയിൽ വരെ കയറിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ തിവാരിയുടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നാലും ഇവർ തമ്മിൽ അത്ര കെമിസ്ട്രി ഇല്ലാന്നും ശരിക്കും ഇവർ ലവേഴ്സ് ആണോ എന്ന് ഉറപ്പില്ലാന്നും ഈ 2 ആൾക്കാരും പരസ്പരം പറയുന്നു. ചഞ്ചലിന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല, നേരത്തെ തന്നെ മരിച്ചുപോയതാണ്. പക്ഷെ ആ ഒരു ഫംഗ്ഷനിൽ വെച്ച് അവളുടെ അച്ഛന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ആന്റി അവൾ കാണുന്നുണ്ട്. അവരാകട്ടെ ചഞ്ചലിനെ കണ്ടയുടനെ ചഞ്ചലിന്റെ കൂടെയുള്ള പ്രജ അവളുടെ ഹസ്ബൻഡ് ആണെന്ന് ചോദിക്കുന്നു. തിവാരിയുടെ ആൾക്കാർ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഹസ്ബൻഡ് അല്ല ബോയ് ഫ്രണ്ട് ആണെന്ന് അവൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും എന്റെ മകന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ വരണമെന്ന് ഇവരോട് പറയുന്നുണ്ട്. ചഞ്ചലിനും സണ്ണിക്കും ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ കാനഡയ്ക്ക് പോകാനുള്ള പേപ്പർ റെഡിയാകും. അതുവരെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെ അടുത്തുള്ള ഒരു കടയിലൂടെയായിരുന്നു. സണ്ണി അവിടെ ഒരു ലെറ്റർ കൊടുക്കും. സിഗരറ്റ് പാക്കറ്റിനകത്ത് ലെറ്റർ വെച്ചിട്ട് ആ കടക്കാരൻ അത് ചഞ്ചലിന് കൊടുക്കും. താൻ ഒറ്റയ്ക്കല്ലാന്നും പ്രജാപതി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും ചഞ്ചൽ കത്തിലൂടെ സണ്ണി അറിയിക്കുന്നുണ്ട്. ചഞ്ചലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആ 2 ആൾക്കാരും തിവാരി അറിയിച്ചു. ബാക്കിയുള്ള പെൺകുട്ടികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൂടി അന്വേഷിക്കാൻ അയാൾ പറയുന്നുണ്ട്. എന്നാൽ ബാക്കി 2 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് പ്രഗ്നന്റ് ആണ്. മറ്റൊരു പെൺകുട്ടി ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ സംശയം മുഴുവൻ ചഞ്ചലിലേക്കായിരുന്നു. അന്ന് രാത്രി പ്രജ വീട്ടിലെത്തിയപ്പോഴും ചഞ്ചലിന്റെ ഉൾപ്പെടെ മറ്റു 2 പെൺകുട്ടികളുടെ ഫോട്ടോയും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപർണ. സണ്ണിയുടെ ഗേൾഫ്രണ്ട് ചഞ്ചലാണോ എന്ന് തന്നെയാണ് തന്റെയും ഡൗട്ടെന്ന് അവള് പറയുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് താൻ നാളെ ബനാറസിലേക്ക് പോവുകയാണെന്നും പറയുന്നുണ്ട്. പിറ്റേന്ന് അവൾ നിലോഫറിനെ കാണുമ്പോൾ നീ കാൺപൂരിലേക്ക് പോയില്ലായിരുന്നുവെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. പ്രജ കാൺപൂരിൽ എന്തോ ജോലിയുടെ ആവശ്യമായിട്ട് പോയിരിക്കുകയായിരുന്നല്ലോ. അവൻ അപർണയോട് കള്ളം പറഞ്ഞിട്ട്
ആരെയോ കാണാൻ പോയെന്ന് നിലോഫറിന് അതോടെ ഡൗട്ടായി. ഇവിടെ സണ്ണിയാകട്ടെ തിവാരിയുടെ ഡ്രോയറിൽ പ്രജയും ചഞ്ചലും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് കാണുന്നുണ്ട്. അതോടെ അവനാകെ വല്ലാതെയായി. പ്രജ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ സണ്ണിക്ക് ചില തെറ്റിദ്ധാരണകൾ തോന്നുന്നുണ്ട്. അവൾ ശരിക്കും തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നും കാനഡയ്ക്ക് തന്റെ കൂടെ വരുമോ എന്നും അവന് ഡൗട്ടാകാൻ തുടങ്ങി. അവർ കാറിൽ ഒരുമിച്ച് പോകുന്നതും അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. തിവാരിയുടെ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രജ വീണ്ടും ബനാറസിലെത്തി ചഞ്ചലിനെ കാണുകയും അവളുടെ കൂടെ ഒരു പാർക്കിൽ പോയിരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സമയം ആ പാർക്കിൽ പോലീസുകാരുടെ റെയ്ഡ് നടക്കുകയാണ്. പേടിച്ചുപോയ എല്ലാവരും പല വഴിക്ക് ഓടി. ചഞ്ചലും പ്രജയും അവിടെ നിന്നും വണ്ടി എടുത്തു പോയി. അവരെ ഫോളോ ചെയ്ത് തിവാരിയുടെ ആൾക്കാരും. ഇവരെ കുറിച്ച് നന്നായിട്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓയോ റൂമിൽ പോയി റൂം എടുക്കാമെന്ന് ചഞ്ചല് പറയുന്നു. എന്നാൽ ഇതൊക്കെ പ്രശ്നമാവുമെന്ന് പ്രജ പറഞ്ഞിട്ടും ചഞ്ചല് കേൾക്കുന്നില്ല. അവർ തൽക്കാലം ഒരു റൂം എടുക്കുന്നു. തിവാരിയുടെ ആൾക്കാര് ഇവരുടെ പിറകെ വന്ന് ഇവരുടെ റൂമിന്റെ അടുത്തായിട്ട് മറ്റൊരു റൂം എടുക്കുന്നു. ആ സമയം ചഞ്ചലിനെ അന്വേഷിച്ച് അപർണ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ട്രാഫിക്കിൽ വെച്ചിട്ട് താൻ പ്രജയെ കണ്ടുവെന്ന് അപർണയ്ക്ക് കുറച്ച് ഡൗട്ട് തോന്നി. പ്രജ കാൺപൂര് പോവുകയാണെന്ന് പറഞ്ഞാണ് പോയത്. ബനാറസിൽ എങ്ങനെ അവൻ വരുമെന്ന് ചിന്തിച്ച് അപർണയാകട്ടെ അവനെ കോൾ ചെയ്യുന്നു. അതും ഇവര് നിൽക്കുന്ന ഓയോ റൂമിന്റെ അടുത്ത് തന്നെയായിരുന്നു അവളും ഉണ്ടായിരുന്നത്. എന്നാൽ പ്രജ പറയുന്നുണ്ട് താൻ കാൺപൂരിൽ തന്നെയാണെന്ന്. അത് വിശ്വസിച്ചെന്തായാലും അപർണ അവിടെ നിന്നും പോയി. എന്നാൽ കുറച്ചു കഴിയുമ്പോഴേക്കും ആ ഹോട്ടലിൽ റെയ്ഡ് നടക്കുകയാണ്. പോലീസുകാര് പ്രജയും ചഞ്ചലിനെ ഉൾപ്പെടെ എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി. കൂട്ടത്തിൽ തിവാരിയുടെ ആ രണ്ടാൾക്കാരും ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പ്രജ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല താനെന്നും താൻ ഒരു ഉദ്യോഗസ്ഥനാണെന്നും. പക്ഷെ സത്യം പോലീസുകാരോട് തുറന്നു പറയാനും വയ്യ. കാരണം തിവാരിയുടെ ആൾക്കാരും അവിടെ തന്നെ ഉണ്ടല്ലോ. ആരെങ്കിലും ജാമ്യം എടുക്കാൻ വരികയും കാശ് തരികയും ചെയ്യാതെ താൻ നിങ്ങളെ വിടില്ലാന്ന് ഈ പോലീസുകാരൻ ഇവരോട് പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ പ്രജയാകട്ടെ നിലോഫറിനെയാണ് കോൾ ചെയ്യുന്നത്. അവൾ ഏതോ മാരേജ് ഫംഗ്ഷനിൽ പോകാൻ വേണ്ടി സാരിയൊക്കെ കൊടുത്ത് റെഡിയായി നിൽക്കുകയായിരുന്നു. ഇവൻ വിളിച്ചത് കാരണം ഈ സ്റ്റേഷനിലേക്ക് വരുന്നു. ഇവരെ ജാമ്യത്തിലിറക്കിയെങ്കിലും ഇവർ രണ്ടുപേരും ലോഡ്ജില് ഒരുമിച്ചായിരുന്നു എന്നറിഞ്ഞപ്പോൾ നിലോഫറിന് ദേഷ്യം വരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ അപർണയോട് പറയുന്നു പറഞ്ഞിട്ട് അവൾ വണ്ടി എടുത്ത് അവിടെ നിന്നും പോകുന്നു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമെന്ന് ചിന്തിച്ച് ഒരു ഓട്ടോ വിളിച്ച് ചഞ്ചല് മറ്റൊരിടത്തേക്ക് പോകുന്നു. അപർണയോട് നിലോഫർ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അവളോട് സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്രജയാകട്ടെ നിലോഫറിന്റെ പിറകെ പോയി. ഓട്ടോയിലിരുന്ന ചഞ്ചലിനെ കാറിൽ വന്നുകൊണ്ടിരുന്ന അപർണ കണ്ടതും താൻ അന്വേഷിച്ച പെൺകുട്ടി ഇത് തന്നെയില്ലെന്ന് ചിന്തിച്ച് അപർണ ചഞ്ചലിനെ ഫോളോ ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയ ചഞ്ചല് അവിടെ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. അവൾ ഓടിച്ചെല്ലുന്നത് ഒരു ബിൽഡിംഗിലേക്കാണ്. അതേസമയം അതേ ബിൽഡിംഗിലേക്ക് തന്നെയായിരുന്നു ഫോണിന് റേഞ്ച് ഇല്ലാത്തത് കാരണം അപർണയെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിലോഫർ വന്നത്. അവളെ ഫോളോ ചെയ്ത് പ്രജയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടേക്ക് ചഞ്ചലു എത്തി. നീ ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയാണെന്നും നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെയില്ലെന്നും ഇവൻ എന്റെ ഫ്രണ്ടാണ്, എന്നെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു എന്ന് ചഞ്ചല് പറയുന്നു. ഇപ്പൊ അതിനേക്കാളൊക്കെ വലിയ പ്രശ്നം, ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്റെ പിറകെ അപർണ ഇവിടെ വന്നു എന്നുള്ളതാണ്. ആ സമയം അപർണ ആ ബിൽഡിംഗിലേക്ക് ചഞ്ചലിന്റെ പുറകെ എത്തിയിട്ടുണ്ടല്ലോ. അത് കാരണം ചഞ്ചൽ ഒരു ഭാഗത്തേക്ക് ഒളിച്ചിരിക്കുന്നു. പ്രജയാകട്ടെ നിലോഫറിനെയും കൂട്ടി അവിടെ നിന്നും അപർണ കാണാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ സാരി അഴിഞ്ഞു പോകുന്നു. സാരി ഒന്നും നോക്കാൻ നിൽക്കണ്ട, നമുക്കിവിടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൾ വീഴാൻ തുടങ്ങുകയും അവൻ അവളെ കയറി പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം അവിടേക്ക് വന്ന അപർണ കാണുന്നുണ്ട്. അപർണ ഇവരെ രണ്ടുപേരെയും കണ്ട് തെറ്റിദ്ധരിച്ചു. ഇവർ തമ്മിൽ അഫയർ ഉണ്ടെന്നും ഇവർ തന്നെ ചതിക്കുകയാണെന്നുമാണ് അവൾ കരുതിയത്. തങ്ങളെ ഈ അവസ്ഥയിൽ അപർണ കണ്ടുവെന്ന് ഇവർക്കറിയില്ലായിരുന്നു. നിലോഫറിനെയും കൂട്ടി പ്രജ പോകുന്നത് അവളുടെ വീട്ടിലേക്കാണ്. നിലോഫറിനോട് ചഞ്ചലിനെ സണ്ണിയെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും പറയുന്നു. ഒടുവിൽ നിലോഫറും അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇവരെ രണ്ടുപേരെയും മറ്റൊരു സാഹചര്യത്തിൽ കണ്ടത് കാരണം ചഞ്ചലാകട്ടെ തന്റെ പേരൻസിനോട് ഈ കാര്യങ്ങൾ പറയുന്നു. അവളുടെ പേരൻസ് ഫാമിലി കോർട്ടിലെ വക്കീലും ജഡ്ജിയായിരുന്നു. അതുകൊണ്ട് അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട് അവൻ ആ നിലോഫറുമായിട്ട് അഫയർ ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ നീ സംഘടിപ്പിക്കണമെന്ന്. നിലോഫർ ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു. സ്വന്തം മതം വിട്ടിട്ട് അവൻ മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ കൂടിയാണ് സ്നേഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ദേഷ്യം കൂടിയിട്ടുണ്ടായിരുന്നു. തൽക്കാലം നീ ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കാതെ വീട്ടിലേക്ക് പോകാൻ അവളുടെ അമ്മ അവളോട് പറഞ്ഞു. അവൾ വീട്ടിലെത്തിയപ്പോൾ പ്രജ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നിലോഫറിനെ അവനെ അങ്ങനൊരു സാഹചര്യത്തിൽ കണ്ട കാര്യമൊന്നും തന്നെ അപർണ പ്രജയോട് ചോദിക്കാനേ പോയില്ല. തിവാരിയുടെ ആൾക്കാർ ഇപ്പോഴും ചഞ്ചലിന്റെ പിറകെ തന്നെയാണ്. അവൾക്ക് പ്രജയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടി അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് പ്രജ പോകുന്നുണ്ട്. എന്നാൽ ഇവൻ നിലോഫറിനെ കാണാൻ പോവുകയാണെന്ന് അപർണ തെറ്റിദ്ധരിക്കുന്നു. പോകുന്ന വഴിയിൽ ഇവരുടെ ഓഫീസിലെ ഒരു ഫയൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നിലോഫറിനെ വഴിയിൽ വെച്ച് പ്രജ കാണുകയും ചെയ്യുന്നു. അവനെ ഫോളോ ചെയ്തു വന്ന അപർണയാകട്ടെ ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടതോടുകൂടി തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. തന്റെ സംശയങ്ങൾ ശരിയാണെന്ന് കരുതാൻ തുടങ്ങി. ഇവിടെ ചഞ്ചലിന്റെയും പ്രജയുടെയും പിറകെ തിവാരിയുടെ ആൾക്കാരുണ്ട്. എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം കൊണ്ടുവന്ന് ഇവരെ ഇത് വിശ്വസിപ്പിച്ചെങ്കിലേ പറ്റുമെന്ന് പ്രജയ്ക്ക് മനസ്സിലായി. അന്നായിരുന്നു ചഞ്ചലിന്റെ ആന്റിയുടെ മകന്റെ ജന്മദിനാഘോഷം. ചഞ്ചലിനെ കൂട്ടി പ്രജ അവിടേക്ക് പോകുന്നു. തിവാരിയുടെ ആൾക്കാർ പിറകെ ഉണ്ടായിരുന്നു. ഈ ആൾക്കാരെ കേൾക്കാൻ വേണ്ടിയിട്ട് പ്രജയാകട്ടെ ചഞ്ചലിന്റെ ആന്റിയോട് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും എൻഗേജ്മെന്റ് ചെയ്യാൻ തീരുമാനിച്ചു, ആന്റിയുടെ അനുഗ്രഹം വേണമെന്ന്. അടുത്ത ആഴ്ചയാണ് എൻഗേജ്മെന്റ് എന്ന്. ഇത് തിവാരിയുടെ ആൾക്കാർ കേട്ടതോടുകൂടി അവർക്ക് കുറച്ച് വിശ്വാസം വരാൻ തുടങ്ങി. ചഞ്ചല് പ്രജയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ പിന്നെ ചഞ്ചലായിരിക്കില്ല സണ്ണിയുടെ കാമുകി. ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രജ ചഞ്ചലിനെ പ്രൊപ്പോസും കൂടി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവർ ഫോട്ടോ എടുക്കുന്നു.
തെളിവായിട്ട് തിവാരിയെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കുമെന്ന് തിവാരി ചിന്തിക്കുകയായിരുന്നു. ആ സമയം ഒളിഞ്ഞു നിന്ന് സണ്ണിയാകട്ടെ ഈ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട്. അതോടുകൂടി അവന്റെ തെറ്റിദ്ധാരണ കൂടി വരുന്നു. കാനഡയ്ക്ക് പോകാൻ പ്ലാനിട്ട് നിന്ന ചഞ്ചല് ഇനി തന്നെ ചതിച്ചിട്ട് പ്രജയുടെ കൂടെ എൻഗേജ്മെന്റ് നടത്താൻ പോവുകയാണെന്നാണ് അവൻ കരുതുന്നത്. ആ സമയം ബനാറസിലെത്തി അപർണയാകട്ടെ ആ പോലീസുകാരനെ കണ്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണമെന്ന്. മന്ത്രിയെ തിവാരിയുടെ മകൻ സണ്ണി സ്നേഹിക്കുന്നത് ഏത് പെൺകുട്ടിയാണെന്ന് എനിക്കറിയണം. ആ 3 പെൺകുട്ടികളുടെ ഫോട്ടോയാകട്ടെ അവൾ പോലീസുകാരനെ കാണിക്കുന്നു. ബാക്കി 2 പെൺകുട്ടികളും ഇതിനകത്തില്ലാന്നും ഈ 3ാമത്തെ പെൺകുട്ടി ചഞ്ചലിന്റെ ബോയ്ഫ്രണ്ട് ഒരു ഫോറസ്റ്റ് ഓഫീസറാണെന്നും അടുത്തിടെ അവരെ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് കൈയോടെ പിടിച്ചുവെന്നും ഇയാൾ പറയുന്നു. ഫോറസ്റ്റ് ഓഫീസർ എന്ന് കേട്ടതും അപർണയ്ക്ക് ഡൗട്ട് തോന്നിയിട്ട് അവൾ തന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ കാണിക്കുന്നു. ആ ഫോട്ടോ കണ്ടതും പോലീസുകാരൻ പറയുന്നുണ്ട്, ഇവനെ തന്നെയാണ് ചഞ്ചലിന്റെ കൂടെ ഞങ്ങൾ എന്ന ഹോട്ടലിൽ നിന്ന് പിടിച്ചതെന്ന്. നിലോഫറിനെ കൂടാതെ ചഞ്ചലിന്റെ കൂടെയും തന്റെ ഹസ്ബൻഡ് പ്രജയ്ക്ക് അവിഹിതമുണ്ടെന്ന് ഇവൾ തെറ്റിദ്ധരിക്കുന്നു. ആ ഹോട്ടൽ റൂമിൽ പോയി CCTVയും കൂടെ പരിശോധിച്ചതോടെ അവൾക്ക് കൂടുതൽ തെളിവ് കിട്ടി. പക്ഷെ ഇതൊന്നും തന്നെ അവൾ വീട്ടിലെത്തിയിട്ടും പ്രജയോട് ചോദിക്കാനേ നിന്നില്ല. കൂടുതൽ തെളിവ് അവൾ സംഘടിപ്പിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ബനാറസില് ഒരു ചെന്നായി ഇറങ്ങിയിട്ടുണ്ടെന്നും അതിനെ പിടിക്കണമെന്നും പറഞ്ഞിട്ട് മേലുദ്യോഗസ്ഥരുടെ അടുത്തു നിന്നും പ്രജയ്ക്ക് കോള് വരുന്നു. അവൻ ബനാറസിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ അവൻ ബനാറസിലേക്ക് പോകാൻ തീരുമാനിച്ചത് ചഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് അപർണ വീണ്ടും തെറ്റിദ്ധരിക്കുന്നു. പ്രജയെ കേട്ട് തന്റെ കൂടെയുള്ള എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ചെന്നായിയുടെ സൗണ്ട് എങ്ങനെയാണെന്ന് പ്രജ അവരെ കേൾപ്പിച്ചു കൊടുക്കുന്നു. അവൻ സ്വന്തം വാഗുണ്ട് ആ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് വരണമെന്നും തന്റെ ആൾക്കാരോട് പറയുന്നുണ്ട്. ഇവിടെ ചഞ്ചലിന്റെ ആന്റിയാകട്ടെ ചഞ്ചലിന്റെയും പ്രജയുടെയും എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നതായിരുന്നു. വളരെയധികം സംസാരപ്രിയായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ സെയിൽസ്മാനോട് ചഞ്ചലിന്റെയും പ്രജയുടെയും ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണ് അവർക്ക് പറ്റിയ ഡ്രസ്സ് ചോദിക്കുന്നത്. ആ സമയം അവിടെ അപർണയുടെ അമ്മയും ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവര് സംസാരിക്കുന്നതും ഈ ഫോട്ടോ കാണിക്കുന്നതും അപർണയുടെ അമ്മ കാണുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ മരുമകനാകാൻ പോവുകയാണ് പ്രജ എന്നുള്ള രീതിയിലായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതോടുകൂടി ഇവിടെ അപർണയുടെ അമ്മ തെറ്റിദ്ധരിക്കുന്നത് ഈ നിൽക്കുന്ന സ്ത്രീയാകട്ടെ പ്രജയ്ക്ക് അവിഹിതമുള്ള നിലോഫറിന്റെ ബന്ധുവാണെന്നാണ്. പക്ഷെ നിലോഫർ മുസ്ലിം അല്ലേ, ഇവരെങ്ങനെ ഹിന്ദുവായി എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ കാര്യങ്ങൾ അപ്പ തന്നെ അപർണയെ വിളിച്ച് അപർണയുടെ അമ്മ പറയുന്നു, നിന്റെ ഹസ്ബൻഡ് പ്രജയും ആ നിലോഫറും എൻഗേജ്മെന്റ് നടത്താൻ പോവുകയാണ്. അതോടുകൂടി അപർണ വീണ്ടും ടെൻഷനിലായി. ഇവിടെ ചഞ്ചല് തന്റെ കൂടെ നിന്ന് തന്നെ ചതിക്കുകയാണോ എന്ന് സണ്ണിക്ക് ഡൗട്ടുള്ളത് കാരണം സണ്ണി തന്റെ കുറച്ച് ആൾക്കാരെ പ്രജയുടെ പിറകെ വിട്ടിട്ടുണ്ടായിരുന്നു. അവർ പ്രജയെ കിഡ്നാപ്പ് ചെയ്ത് സണ്ണിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ സണ്ണിയുടെ ലവർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസുകാർ കറങ്ങി നടക്കുകയാണല്ലോ. കാരണം അങ്ങനെ കണ്ടുപിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാശ് തരാമെന്ന് അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ തിവാരിക്ക് കൊടുത്തെങ്കിലേ അവൾക്ക് ചാനൽ തുടങ്ങാനുള്ള സൗകര്യം അയാൾ ചെയ്തു തരൂ. പോലീസുകാർ അത് കാരണം സണ്ണിയുടെ പിറകെയുണ്ട്. സണ്ണി പ്രജയെ തട്ടിക്കൊണ്ടുവന്നിട്ട് അവനെ ചോദ്യം ചെയ്യുന്നു, നീയും ചഞ്ചൽ തമ്മിൽ എന്താ ബന്ധമെന്ന്. എന്നാൽ ചഞ്ചലിനെ അവിടെ വെച്ച് കോൾ ചെയ്തിട്ട് സണ്ണിയുടെ എല്ലാ തെറ്റിദ്ധാരണകളും പ്രജ മാറ്റിക്കൊടുക്കുന്നു. അതോടുകൂടി നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സണ്ണിയാകട്ടെ പ്രജയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യുന്നു. ഇവന്റെ പിറകെ ഉണ്ടായിരുന്ന പോലീസുകാര് ഇതൊക്കെ ഫോട്ടോ എടുക്കുകയും ഇവനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. സണ്ണിയും പ്രജയും തമ്മിൽ എന്തോ ബന്ധമാണെന്നും ഇവർ രണ്ടുപേരും ഗേ ആണെന്നുമാണ് ഈ പോലീസുകാര് കരുതുന്നത്. ഇതിവർ അപർണയെ അറിയിക്കാതെ നേരെ പോയി മിനിസ്റ്ററായ തിവാരിയാണ് അറിയിക്കുന്നത്. അതോടുകൂടി അയാൾ ആകെ തകർന്നു. തന്റെ മകൻ ഗേ ആണെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകൂന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ പ്രജയെ പിടിച്ചുകൊണ്ടുവരാൻ അയാൾ തന്റെ ആൾക്കാരോട് പറയുന്നു. എന്നാൽ ഇവിടെ നിലോഫറും പ്രജയും ചഞ്ചലും ചേർന്ന് പ്ലാൻ ഇടുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ചഞ്ചലിനെ സേഫ് ആയിട്ട് എയർപോർട്ടിൽ എത്തിക്കണം. സണ്ണി അവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും കാനഡയിലേക്ക് പോകാം. അതിന്റെ കൂടെ നിലോഫറും പ്രജയും ചേർന്നിട്ട് ചെന്നായി പിടിക്കാനുള്ള ഫോഴ്സിന്റെ കൂടെ പോവുകയും വേണം. ഈ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ എന്റെ വൈഫിന്റെ കൂടെ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാമെന്നായിരുന്നു പ്രജ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പിറ്റേന്ന് രാവിലെ ചഞ്ചലിനെയും കൂട്ടി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന പ്രജയെ തിവാരിയുടെ ആൾക്കാര് കിഡ്നാപ്പ് ചെയ്യുന്നു. കൂടെയുള്ള ചഞ്ചലിനെ അവർ കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ അവൾ പോലീസിൽ വിവരം അറിയിക്കുമെന്ന് വിചാരിച്ച് സണ്ണിയുടെ കാമുകൻ പ്രജയാണെന്നാണ് തിവാരി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. കൂടാതെ അയാൾക്ക് മറ്റൊരു ഡൗട്ടും തോന്നുന്നു. അപർണ സ്വന്തം ഭർത്താവും സണ്ണിയും തമ്മിലുള്ള ബന്ധം മറച്ചുവെച്ച് തന്റെ അടുത്ത് നിന്നും ചാനൽ വാങ്ങാനുള്ള പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുന്നു. ഈ പ്ലാനിങ്ങിൽ അപർണയുണ്ടെന്നും കൂടെ തെറ്റിദ്ധരിച്ച് അവളെ അയാൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു മരത്തിൽ കെട്ടിയിടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ ആൾക്കാര് ചഞ്ചലിനെയും പ്രജയെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവര് രണ്ടുപേരെയും കാണാത്തത് കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണെന്ന് പ്രജയ്ക്ക് മനസ്സിലായി. ചഞ്ചലിനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് സണ്ണിയുടെ കാമുകൻ താനാണെന്ന് പ്രജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രജ അയാളെ എന്തെങ്കിലും ചെയ്യുന്നു പേടിച്ചിട്ട് ചഞ്ചല് പറയുന്നുണ്ട്, ഞാനും പ്രജയും തമ്മിലാണ് ഇഷ്ടത്തിലെന്ന്. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് പ്രജയുടെ വൈഫ് അപർണ. പ്രജയെ കുറിച്ചും ചഞ്ചലിനെ കുറിച്ചും ഒരു അറിവില്ലാത്തത് കാരണം നിലോഫർ ആകട്ടെ ചഞ്ചലിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അവളുടെ ആന്റി ആയിരുന്നു ഫോൺ എടുത്തത്. ചഞ്ചലിനെ രാവിലെ മുതൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പോയത്. ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതിയിട്ട് നിലോഫർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ വരുന്നു. ആ സമയം തങ്ങളുടെ മരുമകൻ തങ്ങളുടെ മകളെ ചതിച്ചുവെന്നും മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇവിടെ വെച്ച് എൻഗേജ്മെന്റ് നടത്താൻ പോവുകയാണെന്നും പറഞ്ഞ്
കംപ്ലൈന്റ് കൊടുക്കാൻ അപർണയുടെ അമ്മയും അച്ഛനും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേഷനിലേക്ക് തന്നെയാണ് ചഞ്ചലിന്റെ ആന്റിയും ചഞ്ചലിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വരുന്നത്, പ്രജയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നിലോഫറും കംപ്ലൈന്റ് കൊടുക്കാൻ വരുന്നത്. ഇവിടെ വെച്ചും ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. അപർണയുടെ അമ്മയും അച്ഛനും പറയുന്നത് നിലോഫറുമായിട്ടാണ് പ്രജയ്ക്ക് ബന്ധമെന്നാണ്. എന്നാൽ ചഞ്ചലിന്റെ ആന്റി പറയുന്നത് പ്രജ തങ്ങളുടെ മരുമകനാകാൻ പോകുന്ന ആളാണെന്നാണ്. എല്ലാം കൂടെ കേട്ട് ഈ പോലീസുകാരന് വട്ടായി. എന്താണെങ്കിലും പ്രജ ഇപ്പോൾ എവിടാ ഉള്ളതെന്ന് അയാൾക്കറിയാം. അവൻ തിവാരിയുടെ അടുത്ത് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഇവരെല്ലാം കൂട്ടി പോലീസുകാരൻ തിവാരിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ നിലോഫർ അവിടെ വന്നപ്പോഴേക്കും അപർണയാകട്ടെ പ്രജയെ നോക്കി പറയുന്നുണ്ട്, നിനക്ക് നിലോഫറുമായിട്ടും അവിഹിതമുണ്ട്, ചഞ്ചലുമായിട്ടും അവിഹിതമുണ്ട്, അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ സണ്ണിയുമായിട്ടും ബന്ധമുണ്ടല്ലേന്ന്. അപർണ ഉൾപ്പെടെ എല്ലാവരും തങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചഞ്ചലിനും നിലോഫറിനും പ്രജയ്ക്ക് മനസ്സിലായി. മന്ത്രിയുടെ ആൾക്കാരാണെങ്കിൽ ഇവരെ എല്ലാവരെയും അവിടെ കെട്ടിയിടുകയാണ്. സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഇനി സണ്ണി വന്നെങ്കിലേ പറ്റൂ. സണ്ണിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആ സമയം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചഞ്ചലിനെ രക്ഷപ്പെടുത്തി സണ്ണിയുടെ അടുത്ത് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രജ ഒരു പ്ലാൻ ഇടുന്നു. അതേ ഫോറസ്റ്റ് ഏരിയയിൽ തന്നെയാണ് അവരുടെ ടീം ചെന്നായെ പിടിക്കാൻ സെർച്ച് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൻ ചെന്നായുടെ സൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോഴേക്കും ഫോറസ്റ്റിലെ അംഗങ്ങളെല്ലാം തന്നെ സൗണ്ട് കേട്ട് അടുത്തേക്ക് വന്നു. അവര് വന്നപ്പോൾ കാണുന്നത് ഈ മന്ത്രി ഇവരെ എല്ലാവരെയും കെട്ടിയിട്ടിരിക്കുന്നതാണ്. അവര് വന്ന് എല്ലാവരെയും രക്ഷിക്കുന്നു. എന്നാൽ മന്ത്രിയുടെ കൂട്ടത്തിൽ ഒരാളാകട്ടെ പെട്ടെന്ന് പ്രജയെ കയറി പിടിക്കുകയും അവന്റെ തലയിൽ തോക്കു ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്, ആരും രക്ഷപ്പെട്ടു പോകരുതെന്ന് പറഞ്ഞിട്ട്. ആ സമയമാണ് അവിടേക്ക് ചെന്നായി വരുന്നത്. ചെന്നായി അയാളുടെ നേരെ ചാടിയതും അയാളുടെ കയ്യിലിരുന്ന തോക്കിൽ നിന്നും വെടിപൊട്ടി നേരെ പോയിക്കൊള്ളുന്നത് ഒരു തേനീച്ചക്കൂട്ടിലേക്കായിരുന്നു. തേനീച്ച എല്ലാവരെയും കുത്താൻ ആരംഭിച്ചു. ഇവരെല്ലാവരും പല വഴിക്ക് രക്ഷപ്പെട്ടോടി. ചഞ്ചലിനെ കൂട്ടി പ്രജ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. പ്രജയുടെ പിറകെ നിലോഫറും അപർണയും ഉണ്ടായിരുന്നു. കാറിലിരുന്ന നിലോഫർ അപർണയോട് എല്ലാ സത്യങ്ങളും പറയുന്നു. പ്രജ ആരെയും ചതച്ചിട്ടില്ല എന്ന് പറയുന്നു. അതോടുകൂടി അപർണ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് പ്രജ ഒരു കാര്യം മനസ്സിലാക്കുന്നു. അവരുടെ ജീപ്പിനകത്ത് തേനീച്ച കുത്തുകൊണ്ട് കിടക്കുന്ന ആ ചെന്നായുണ്ട്. അതവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബാക്കിൽ വന്ന നിലോഫർ ഇത് കാണുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ പെട്ടെന്ന് തന്നെ പ്രജയ്ക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. പ്രജ തൽക്കാലം ചെന്നായെ ആ ഇഞ്ചക്ഷൻ വെച്ച് ബോധം കെടുത്തി. എന്നിട്ട് നേരെ എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടു. സണ്ണി അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ചഞ്ചൽ ഓടിപ്പോയി സണ്ണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. പ്രജയെ തെറ്റിദ്ധരിച്ചതിൽ അപർണയും സോറി പറയുന്നു. ആദ്യമേ കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിന്നിരുന്നേനെന്നും എന്റെ സ്വന്തം ചാനലിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ചഞ്ചലിനെ ഒന്നും കാട്ടിക്കൊടുക്കാൻ നിൽക്കില്ലായിരുന്നു എന്നും അപർണ പറയുന്നു. അപ്പോഴേക്കും ആ മന്ത്രി അവിടേക്ക് എത്തുന്നുണ്ട്. എന്നാൽ പ്രജയും അപർണയും ചേർന്നിട്ട് മന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാ നല്ലത്. സണ്ണിയുടെ കൂടെ പർദ്ദയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു പുരുഷനായിരുന്നു എന്ന് ഞാൻ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ അതേ വിശ്വസിക്കൂ. അത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും. അതിനേക്കാൾ നല്ലത് ഇവർ രണ്ടുപേരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നതാ. വേറെ നിവൃത്തിയില്ലാതെ മന്ത്രി അതിന് സമ്മതിച്ചു. അങ്ങനെ എല്ലാ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും മാറി ചഞ്ചലും സണ്ണിയും കാനഡയിലേക്ക് പോകുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.